ഹായ് ഫ്രണ്ട്സ് ടോരിട്ടപ്പോൾ അറേഞ്ച് മാരേജ് ആടൻ നമ്മൾ ക്യൂട്ടായിട്ട് നമ്മൾ പ്രിയ ഇങ്ങനെ ഭാഷയൊക്കെ തുടങ്ങിയെന്ന്. അയ്യോ അമ്മയെ എന്തടി അമ്മ എന്നെന്താ പ്രശ്നം അമ്മക്ക്? പ്രിയ നീ എവിടേക്കാ പോവാം അമ്മ? എനിക്ക് ജോലിയുണ്ടോ? ഞാൻ ഓഫീസിൽ പോവാം. ഇവളൊരു കാര്യം പ്രിയൊക്കെ പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല പ്രിയ. ഇല്ല എനിക്ക് ലേറ്റ്, ഞാൻ പോവാം ഓഫീസിൽ. അങ്ങനെ പ്രിയ കൂടെ ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയി ഓഫീസിൽ എത്തി. അമ്മ സമാധാനം. ഈ അമ്മേൻ്റെ കൂടെ പറഞ്ഞിട്ടോ ചോദിക്കല എൻ്റെ പ്രിയ പറ്റി. ഇല്ലടി എനിക്ക് ചെക്കൻ നോക്കാം. പ്രിയ നിനക്ക്? അതെ, എനിക്ക് ഫോട്ടോസെല്ലാം ഡീറ്റെയിൽസെല്ലാം കാട്ടി. എനിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല മച്ചി. അത് പറഞ്ഞു നിനക്കറിയില്ലേ? മച്ചി പ്രിയ എന്തടി? ബീറ്റസ് നമ്പർ ജിന്നിൻ്റെ പാട്ട് ഡാൻസ് മച്ചി, ജിന്നിൻ്റെ പാട്ട് ഡാൻസ് ബീറ്റസ് നമ്പർ സോങ്സ് എല്ലാം പുതിയത് വന്നിട്ടുണ്ട്. എനിക്ക് വേണോ? ഇതാ മച്ചി ഇത് മൊബൈലിൽ ഞാൻ പിന്നിൽ ഓൾറെഡി പിൻ ചെപ്പാ ഓൾറെഡി എൻ്റെ മൊബൈലിലേക്ക് ഞാൻ ഓൾറെഡി അയച്ചിരുന്നു. ഓ അതെയാണോ? ശരി എനിക്ക് മച്ചി, ശരി നമുക്ക് നോക്കാം. അങ്ങനെ ടവറെല്ലാം നോക്കായിരുന്നു. അങ്ങനെ ഓഫീസിൽ ജോലി കഴിഞ്ഞ് നൈറ്റായിരുന്നു. അങ്ങനെ മൊബൈലിൽ ഇരുന്നിട്ട് പിൻ കുത്തി, അതെ വാട്സാപ്പിൽ അയച്ചിരുന്നു. അതിന് മൊബൈലിൽ ഇങ്ങനെ പിൻ കോപ്പി അടിച്ച് അതിന് പിൻ കുത്തി നോക്കായിരുന്നു. ഇപ്പോൾ പ്രിയയുടെ അമ്മ ഇവളൊരു ഡിന്നറൊക്കെ വരില്ല. അങ്ങനെ പ്രിയയുടെ അച്ഛനും ഇവളെന്താ ചെയ്യാന്ന് റൂമിനകത്ത് വന്നു. ജെയിനൊരു പാട്ട് ഡാൻസ് നോക്കി എൻജോയ് ചെയ്ത. അയ്യോ ഉപ്പ മൈക്രോവേഷ് എന്ന് പറയായിരുന്നു. അതെ, പ്രിയയുടെ അനിയനുണ്ടായിരുന്നു. അനിയൻ നോക്കായിരുന്നു. അച്ഛാ ഇത് 3 പേര് നോക്കാം. അയ്യോ ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. ശരി, ഇങ്ങനെ ജിന്നിൻ്റെ വീഡിയോസ് നോക്കിയായിരുന്നു, ഫോട്ടോ നോക്കിയായിരുന്നു. ഇതെൻ്റെ ഹീറോയിൻ്റെ അമ്മ എവിടെയോ നോക്കിയാൽ മതിയാണല്ലേ. പ്രിയൻ്റെ അമ്മ ഓർക്കാൻ തുടങ്ങി. ഈ ചെക്കനല്ലേ എവിടെയോ കണ്ട മാതിരിയാവുക. എന്താറ്റി നോക്കാം. അങ്ങനെയായിട്ട് അവരുടെ ചെക്കനെ വീട് നോക്കായിരുന്നു. ജിൻ അങ്ങനെയായിട്ട് ഒരു സന്തോഷത്തിൽ ജോലി ചെയ്യുന്ന ഹീറോയിനെ നോക്കിയായിരുന്നു. ശരി, അങ്ങനെ ജിന്നിൻ്റെ ഫോട്ടോ നോക്കിയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു അനിയെ വിളിച്ചു. അമ്മ ധാരാ അത് ബീച്ചസ് നമ്പർ ജിന്ന അൻസും ഓൾഡ് അൻസും ജിൻ അങ്ങനെയാണോ? അങ്ങനെ ഹീറോയിൻ്റെ ഫോട്ടോ കൊടുത്തായിരുന്നു. മാരേജ് അതിൽ ഏത് ചെക്കന് വന്ന് ചെയ്യാം. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫോട്ടോസൊക്കെ നിറയെ ലൈക്ക് ഉണ്ടായിരുന്നു. നിറയെ ഫോട്ടോ വന്നായിരുന്നു. ഞാൻ ഫ്രണ്ട് വരെ ഒരു ഇതിൽ കൊടുത്തായിരുന്നു ഹീറോയ്ക്ക്. അതിൽ ഈ ചെക്കനെ കണ്ട ഇഷ്ടപ്പെട്ടില്ല. വേറൊരു ഗ്രൂപ്പ് ഹീറോയിൻ. അതെ ഇല്ല, ഫുൾ ഇന്ത്യൻ ബോയ്സാണ്. എല്ലാതും കണ്ട് റിച്ച് ഇന്ത്യൻ ബോയ്സിൽ നല്ല ചെക്കന്മാർ ഫോട്ടോ കാട്ടി. എനിക്കിതിൽ ആരും ഇഷ്ടപ്പെട്ടില്ല. ഇവനിക്കിതാണ്. അതൊരു സീത ചേച്ചിയാണ്. ആ ചേച്ചിക്ക് ടെൻഷനായി. ശരി ഞാൻ നോക്കുന്നത് ശ്രീജ ചേച്ചി പോയി. ആരോ ചേച്ചി പറയാതെ. അതെ അനു പറഞ്ഞ ചേച്ചി പറഞ്ഞ അമ്മേൻ്റെ ഫ്രണ്ടാണ്. അവർ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. ഇതിൽ നോക്കിക്കോ. എന്താ പറഞ്ഞാൽ ഇതിൽ കൊടുത്തു. ഇതിൽ എല്ലാം വേറെ കറണ്ട് വേറെ നാട്ടിൽ എല്ലാ ബോയ്സ് എല്ലാം വരും എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിന് ഫോട്ടോ കൊടുത്തു. കുറേ ബോയ്സ് വന്നായിരുന്നു. ആൻറ്റി ഇതിൽ കുറച്ച് ബോയ്സ് ഫോട്ടോസെല്ലാം നോക്കിയായിരുന്നു. അങ്ങനെയായിട്ട് ആൻറ്റി ഇതിൽ ഫോട്ടോസെല്ലാം ഏതെല്ലാം വന്ന് ചെക്കന്മാരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നു. ഹീറോയിൻ കോളേജിൽ പോയിരുന്നു. എന്ത് പറ്റി എൻ്റെ അനു ഓക്കെ ആണോ? അതെ കൊണ്ടുവന്നിട്ടുണ്ടടി. ഇതിലെ ചെക്കന. ഇവൻ്റെ പേര് അർജുൻ. ഇവന് പറഞ്ഞ ഞാൻ ഇവൻ ഹൈദരാബാദാണ്. ഹൈദരാബാദ് പറഞ്ഞ ഒരു കമ്പനി CEO ആണ്. ഓക്കെ ഇവനൊക്കെ ആണോ? അറിയില്ല. അങ്ങനെ വീട്ടുകാർ നോക്കിയായിരുന്നു. അർജുൻ ശരി ഫോട്ടോ നോക്കി അർജുനാണ്. അങ്ങനെയായിട്ട് അർജുൻ്റെ ഫോട്ടോ വെച്ച്. പിന്നെ അത് റെഡ് കളറായിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ പേര് വിശാൽ. ഇവൻ തമിഴ്നാട്ടിലാണ്, ഒരു ഡോക്ടറാണ്. വിശാലാണോ? അങ്ങനെയായിട്ട് ഇത് വേണ്ട. അവർ 2 ഫോട്ടോ അർജുൻ റിജക്റ്റ് ചെയ്തു. ഇവൻ കർണാട്ടാണ്. അങ്ങനെയായിട്ട് പറഞ്ഞു ഇത് വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ റിജക്റ്റ് ചെയ്തു. ഇവൻ എൻ്റെ ബോയാണ്. ഇവന് വേണ്ട എന്ന് പറഞ്ഞു. ഇത് വേണ്ടെന്നോ? ഇത് ഓൾറെഡി ഞാൻ ഫോട്ടോസ് അയച്ചിരുന്നു. ഹീറോയ്ക്ക് ഫോട്ടോ വന്നായിരുന്നു. അങ്ങനെ ഫോട്ടോ അയച്ചിരുന്നു. ഇതാണ് ചെക്കന്. ഓക്കെയാണ്. ആ ഫോട്ടോ ഞാൻ 3 ഫോട്ടോ അയച്ചത് ഞങ്ങൾ പിടിച്ചിട്ട് മോക്കോക്കെയാണ് പറയുന്നത്. അങ്ങനെ 5 കൺട്രീസ് ബോയ്സ് ഫോട്ടോസ് അയച്ച് ഇങ്ങനെയായിട്ട് ഇതിലേത് വേണ്ട. ഇല്ലപ്പ ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു. ഉച്ച ടൈം ആകുമ്പോൾ അയച്ചായിരുന്നു.
അങ്ങനായിട്ട് 3 ഫോട്ടോസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ 3? അതെ 3 ഫോട്ടോസ് ഉണ്ട്. അതിനായിട്ട് അമ്മ നിങ്ങൾക്ക് ഓക്കെ ഈ ഫോട്ടോ നോക്ക് അങ്ങനായിട്ട് ഹീറോയ്ക്ക് ഫോട്ടോ ഓൾറെഡി നിങ്ങൾ അയച്ച വോയിസാണ് ഇത്. ഓ അതെ സോറി ഇവളുടെ അയച്ച വോയിസാണ്. അതെ അവൾക്ക് അയച്ചായിരുന്നു ഞങ്ങൾ. ഇപ്പം ഇവിടെ പ്രിയ ഫ്രണ്ടിൻ്റെ കൂടെ പോയിരുന്നു. കോളേജിലേക്ക് ഇപ്പോൾ ലേറ്റാവും. കോളേജിൽ നിന്ന് ലേറ്റാണ് ക്ലാസ്. ഓ അങ്ങനെയാണ്. അങ്ങനെ ഹീറോയി ഫോട്ടോ അയച്ച് ഹീറോയി റിജക്റ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ വേണ്ട പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 3 ഫോട്ടോ ഉണ്ട്. 3 ആരാ? ഇവൻ പേര് ജാക്ക്. ഇവൻ ഇവിടുത്തതാണ്. പ്ലീസ് എങ്ങനെയായിട്ട് പറഞ്ഞു ഇതിലേത് വേണ്ട. ലാസ്റ്റായ ജിന്നിൻ്റെ ഫോട്ടോ വെച്ച് ഇത് കണ്ട ഹീറോയിൻ്റെ മമ്മി ഡാഡി അവരുടെ രണ്ട് ഒരുമാതിരി ഉണ്ട് പറഞ്ഞു. ജിന്നു ഫോട്ടോ കണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ പറയും അമ്മ അവനാണ്. അച്ഛനോ അതെ. അമ്മ പറയുന്നത് ഇത് ഓക്കെ എന്ന് പറഞ്ഞു. ഇത് കണ്ട് ആൻറ്റിക്ക് ഷോക്കായി. എന്താ പ്രശ്നം? ഇതിന് ജിന്നാണ്, ഇവൻ ഐഡലാണ്. എനിക്കിവൻ ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ മോക്ക് ഇവൻ കറക്റ്റ്. അവർ വരെ എനിക്ക് പിടിച്ചു പോയി. എൻ്റെ മോളോട് ചോദിച്ചു നോക്കുക. ചെക്കനോട് ഫസ്റ്റ് എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കെല്ലാം ഓക്കെയാണ്. മോ പറഞ്ഞ സമ്മതിക്കോളാം. അതുപോലല്ല ജിന്നുക്ക് ഓക്കെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെയാണ്. ആൻറ്റി പറയാം ഇത് കോൾ ചെയ്ത് ഓക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ കോൾ ചെയ്ത് പറയാം. അത് വീട്ടിൽ പോയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹീറോയി വന്നായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ലേറ്റായി വന്നായിരുന്നു. അമ്മ ഈ കല്യാണ ചെക്കനെ ഫോട്ടോ ഉണ്ട്. അങ്ങനായിട്ട് ഫോട്ടോ കാട്ടിയായിരുന്നു. ഹീറോ ഷോക്കായി. അമ്മ ജിന്നിൻ്റെ ഫോട്ടോ കാട്ടി ഷോക്കായി. അമ്മ ഗുഡുഗുഡ് ഓടി വന്നു. അമ്മ ഇത് ജിന്നിൻ്റെ ഫോട്ടോ. അതെ ഇതാണ് നിൽക്കുന്നൊക്കെ ചൊക്ക. അമ്മ ചോക്ക് പറയണ്ട. അമ്മ പറയണ്ട. ഇവൻ എങ്ങനെ കല്യാണം കഴിക്കും? അങ്ങനെ വീട്ടിൽ അവിടെ ഫോൺ ചെയ്ത് അങ്ങനെ ജിന്നിൻ്റെ അമ്മയെടുക്കോ ജിന്നു ഫോട്ടോ ജിന്നോട് സംസാരിക്കായിരുന്നു. ജിന്നിക്ക് ഫോട്ടോ കാട്ടിയായിരുന്നു. അമ്മ എനിക്കിപ്പോൾ മാരേജ് വേണ്ട. ഞാൻ ഒരാളുടെ അതിപ്പോൾ എനിക്ക് മാരേജുള്ള ജിൻ പ്ലീസ് സീക്രട്ടായ മാരേജ് ചോദിച്ചിടാ എന്ന് പറഞ്ഞായിരുന്നു. ജിന്നിക്ക് ടെൻഷനായിരുന്നു. ശരി അമ്മ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ജിന്ന് ഹീറോയുടെ ഫോട്ടോ കാട്ടി തുറന്നു. ജിന്നിക്ക് നോക്കിയിട്ട് എന്താ സബ്ബായിട്ടുണ്ടല്ലോ എന്നെ ജിന്ന് നോക്കിയിരുന്നു. സബ്ബായിട്ട് കുറച്ച് ജിന്ന് ഹീറോയിനെ ശ്രദ്ധിച്ച് നോക്കാൻ തുടങ്ങിയായിരുന്നു.